അർദ്ധരാത്രിയിൽ ആ കൊടും തണുപ്പത്ത് 2 മണിക്ക് സമയത്ത് ഞങ്ങളെ കൂട്ടാൻ വന്നത് അവൻ തനിച്ചായിരുന്നില്ല. 60 വയസ്സിലധികം പ്രായമുള്ള അവൻ്റെ ഉപ്പയും അവൻ്റെ മൂത്ത സഹോദരനുമാണ്. വന്ന പാടെ തന്നെ കാറിൽ നിന്ന് ഇറങ്ങി ആ തണുപ്പ് അകറ്റുമാറും വിധം ഞങ്ങളിന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് വാ വീട്ടിലോട്ട് പോകാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. വീട്ടിലെത്തിയ പാടെ തന്നെ എന്താണ് കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചു. 2 മണിയായതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഒന്നും വേണ്ട, ഭക്ഷണമൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഭക്ഷണമൊക്കെ റെഡിയാണ്, അതിൽ ചിക്കൻ ഉണ്ട്, മട്ടൻ ഉണ്ട്, ഫിഷ് ഉണ്ട്, പിന്നെ നിങ്ങൾ കേരളക്കാരായതുകൊണ്ട് ബീഫും ഇന്ന് സ്പെഷ്യലായി വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഹീറ്റർ ഫെസിലിറ്റി ഉള്ള റൂമിൽ കൊണ്ടുപോയി ഞങ്ങളെ ഇരുത്തി ഒരുപാട് ബ്ലാങ്കറ്റുകളൊക്കെ തന്ന് ബോഡി ഒന്ന് വാമാവാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ബോഡിയൊക്കെ ഒന്ന് വാമായി നേരെ ഞങ്ങൾ അടുക്കളയിലേക്ക് എത്തി. അവിടെ ഇങ്ങനെ ചൂട് കൊടുക്കാൻ എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പങ്ങളും ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഒരു മൂവബിൾ വാഷ് ബേസ് ഇങ്ങനെ വന്ന് ഞങ്ങളെ കൈയൊക്കെ കഴുകി തന്നു അവർ. ഇങ്ങനെ അത് കൊണ്ടുപോയി വെച്ചപ്പോഴൊക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അങ്ങനെ അവരുടെ തനതായിട്ടുള്ള കാശ്മീരി വാസ്വാനും കൂട്ടി ഒരു മനോഹരമായൊരു ഡിന്നർ. അത് കഴിച്ച ഉടനെ അവൻ്റെ ഉപ്പ പറഞ്ഞു ഇനി പോയി റെസ്റ്റ് എടുത്തോ, കാര്യങ്ങൾ നമുക്ക് രാവിലെ നാളെ പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞു. രാവിലെ എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴോട്ട് വന്നതുപോലെ ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ എൻ്റെ ഉമ്മ അവിടെ റൊട്ടി ഉണ്ടാക്കുന്നത്, പെങ്ങൾ ആ റൊട്ടിയിലേക്ക് വാൽനട്ട് പൊട്ടിച്ച് അതിലേക്ക് തേൻ ഒഴിച്ച് റോൾ ചെയ്ത് തരികയാണ്. അപ്പം മധുരമായതുകൊണ്ട് ഒന്ന് മതി എന്ന് പറഞ്ഞു. എന്നാൽ പ്രത്യേക തരം ഒരു കാശ്മീരി ചായയും ഈ റോളും കൂട്ടി കഴിച്ചപ്പോൾ വല്ലാത്തൊരു സ്വാദായിരുന്നു. അത് 1 നിന്ന് 4 വരെ റോളുകൾ ഞങ്ങൾ കഴിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ച് റൂമിൽ വന്നിരുന്ന് അവൻ്റെ ഉപ്പയും ജ്യേഷ്ഠനൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതിൻ്റെ സമയത്ത് ഡാനിഷിനൊരു കോള് വന്നു. അങ്ങനെ ആ കോള് വന്ന് പുറത്തു പോയി വന്ന ഡാനിഷിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വരുന്നുണ്ട്, കണ്ണൊക്കെ ചുവന്നിട്ടുണ്ട്. എന്താണെന്നറിയാത്തൊരു അങ്കലാപ്പായിരുന്നു ആ സമയത്ത്.